ഹായ് ഗേയ്സ്, ഇന്ന് ഞാനൊരു കഥയാണ് എല്ലാവർക്കുമായി പറയാൻ പോകുന്നത്. കഥയുടെ പേര് വാടാത്ത മലരുകൾ. കഥ പറയട്ടെ, ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണേ. സൂര്യൻ്റെ രശ്മികൾ ഭൂമിയെ തഴുകിയപ്പോൾ പുതിയ ഒരു ദിനം കൂടി പിറന്നു. പ്രകൃതി തൻ്റെ പച്ചപ്പിൽ പ്രകാശിച്ചു. കിളികൾ, മൃഗങ്ങൾ, മനുഷ്യർ, ഭൂമിയിലെ എല്ലാം തന്നെ പതിയെ കൺതുറന്നു. ഭൂമിയിലെ ആരവങ്ങൾ പ്രകൃതിയെ കുളിരണിയിച്ചു. മനോഹരിയായ പ്രകൃതിക്ക് തൻ്റെ ചുറ്റുപാടുമുള്ള ഓരോന്നിനെയും സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടായിരുന്നു. ഒരു പുൽനാമ്പ് പോലും അവളെ മനോഹരിയാക്കുന്നു. മനുഷ്യർ പ്രകൃതിയെ സ്നേഹിച്ച് അവയിലെ സമ്പത്തുക്കൾ ഉപയോഗിച്ച് ജീവിച്ചു പോന്നു. ജീവിതം പുഷ്ടിപ്പെട്ടപ്പോൾ പാർപ്പിടവും മറ്റ് സൗകര്യങ്ങളും മനുഷ്യന് കൈവന്നു. അങ്ങനെ പ്രകൃതി മനുഷ്യനുമായി ലയിച്ചു. ഈ ലയനം പ്രകൃതിയിലെ ഓരോ കണങ്ങളെയും ഉത്തേജിപ്പിച്ചു. അങ്ങനെ പ്രകൃതിയിലെ ഓരോ മലയും പുഴയും വഴിയോരങ്ങളും ദിശ മാറി ഒഴുകി. പുഴകളും മലകളും വഴിയോരങ്ങളും അതിലേറെയും വ്യവസായ സ്ഥാപനങ്ങളും ഫ്ലാറ്റുകളും പാർപ്പിടങ്ങളുമായി. പ്രകൃതിയോട് സകല ജീവജാലങ്ങൾക്കുമുള്ള അടുപ്പം ഏറെക്കുറെ ഇല്ലാതെയായി. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഓരോ പുൽനാമ്പുകളും ഇല്ലാതെയായി. പുഴകൾ വറ്റി വരണ്ടു. അവിടെ വ്യവസായ സ്ഥാപനങ്ങളിലെ മലിനജലം ഒഴുകിത്തുടങ്ങി. സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന വിഷവാതകങ്ങൾ ശ്വസിച്ച് മനുഷ്യർ കുറേയേറെ ഇല്ലാതെയായി. പ്രകൃതി തന്നെ കാറ്റും പ്രളയവും ഭൂമിയിൽ നിറച്ചു. ഒടുവിൽ ഭൂമിയിലെ സർവ്വവും പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങി. വീണ്ടും പ്രകൃതി ഭൂമിയിൽ വസന്തം വിതച്ചു. ആ വസന്തം പിന്നെ എല്ലാ കാലത്തും നിലനിന്നു. പ്രകൃതി വീണ്ടും മനോഹരിയായി. വസന്തം വിതച്ച പ്രകൃതി സർവ്വ ജീവജാലങ്ങളെയും വീണ്ടും വീണ്ടും സ്നേഹിച്ചു, വാടാത്ത മലരുകൾ പോലെ.